ഹായ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആൻസർ കീയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. അതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള സബ് ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യണം. ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് ആർ ദർ ഇൻ ക്വസ്റ്റ്യൻ 4 and 5 attempt anyone. 4ലും 5ലും 4A B എന്നിങ്ങനെ ഉണ്ട്. 5A 5B, അതിൽ 4A അല്ലെങ്കിൽ 4B ഏതാ അറിയാവുന്ന അങ്ങനെ 2 ഓപ്ഷൻസ് മാത്രം എഴുതിയാൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2 പാരലോഗ്രാം ആണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഗിവൻ പാരലോഗ് വിച്ച് വൺ ഈസ് റോങ്. അപ്പോൾ അതിനെക്കുറിച്ച് 4 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണ് തെറ്റ് എന്നാണ്. എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ലൈൻസ്, അത് ശരിയാണ്. ലൈൻസ് എ ഡി ആൻഡ് ബി സി ഡി നോട്ട് ഹാവ് ദ സെയിം ലെങ്ത്. ആംഗിൾ ആൻഡ് സി ആർ ഈക്വൽ. സം ഓഫ് ആംഗിൾസ് ബി ആൻഡ് സി ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ വിച്ച് വൺ ഈസ് റോങ് എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് ശരിയായ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഇനി അടുത്തത് ഡ്രോ ദ പാരലോഗ്രാം വിത്ത് മെഷേഴ്സ് ഗിവൺ ഇൻ ഫിഗർ. അപ്പോൾ പാരലോഗ്രാം വരയ്ക്കാനാണ് എളുപ്പമാണ്. ആദ്യം നമ്മൾ ഒരു 7 സെൻറ്റിമീറ്റർ ഉള്ളൊരു ലൈന് വരയ്ക്കുക. എന്നിട്ട് പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 50 ഡിഗ്രി നമ്മൾ അടയാളപ്പെടുത്തുക. ഓക്കെ, പിന്നെ നമ്മൾ 5 സെൻറ്റിമീറ്റർ ഇവിടുന്ന് എടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തുക. അങ്ങനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച പാരലോഗ്രാം ആയി. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ മെഷർമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ ക്ലാസ് ദർ ആർ 45 സ്റ്റുഡൻസ്. ഒരു ക്ലാസ്സിൽ 45 സ്റ്റുഡൻ്റ് ഉണ്ട്. 1/3 ഓഫ് ദം ആർ ബോയ്സ് ആൻഡ് റിമൈനിങ് ആർ ഗേൾസ്. അതിൽ 1/3 ഭാഗം 1/3 ബോയ്സ് ആണ്, റിമൈനിങ് ഗേൾസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ്? ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 45 സ്റ്റുഡൻസ് ഉള്ളത്. അതിൽ 1/3 എന്താണ്? 1/3 ഓഫ് ദം ആർ ബോയ്സ്. 1/3 ബോയ്സ് ആണ്. അപ്പോൾ ഗേൾസ് എത്രയായിരിക്കും? 30 ആണ് ഉള്ളത്. അതായത് 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 15 ആണ്. ഓക്കെ, അപ്പോൾ 1/3 എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ അതിൽ 2 ഭാഗം എന്തായിരിക്കും? ഗേൾസ് ആണ്. അപ്പോൾ 1/3 15 ആൻസാ 45 50 മൈനസ് ചെയ്താൽ 30. അപ്പോൾ 30 ആണ് ഗേൾസ്. അപ്പോൾ ഫസ്റ്റ് എ 30 ആണ്. ഇനി അടുത്ത 1/5 പാർട്ട് ഓഫ് ദ ബോയ്സ് ആർ മെമ്പേഴ്സ് ഓഫ് മാത്സ് ക്ലബ്ബ്. ഹൗ മെനി ബോയ്സ് ആർ മെമ്പർ ഇൻ മാത്സ് ക്ലബ്ബ്? അപ്പോൾ 1/5 പാർട്ട്, 1/5 പാർട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു 15 ബോയ്സ് ആണുള്ളത് എന്ന്. അപ്പോൾ 1/5 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എത്രയാണ്? 3 ആണ്. 3 ബോയ്സ് ആണ് അവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ബി 3 ബോയ്സ് ആണ്. ഇനി അടുത്തത് സി. സി എന്താണ്? 1/4 ഈസ് ഈക്വൽ ടു 6 ടൈംസ് ഓഫ് 1/2. വാട്ട് ടൈംസ് ഓഫ് 1/4 ഈസ് ഈക്വൽ ടു 6 ടൈംസ് ഓഫ് 1/2? What times of 1/4? 6 times of 1/2. That is answer 12 ആണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഈക്വൽ ടു 4 ടൈംസ് ഓഫ് 1 3/4? ആൻസർ ഡി ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് പേജിൽ ദർ ആർ ദ ലെങ്ത് ഓഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇൻ കോളം എ ആൻഡ് ബി ആൻഡ് പോസിബിൾ ലെങ്ത് ഓഫ് തേർഡ് സൈഡ് ഇൻ കോളം ബി. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ളത് എഴുതാനാണ്. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ, അത് 6 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, പിന്നെ 12 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഓക്കെ, 10 സെൻറ്റിമീറ്റർ ആണ്. 18 7, ദാറ്റ് ഈസ് 18 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ A2 B3 C1. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് ട്രയാങ്കിൾ സൈഡ് ഓഫ് 8 സെൻറ്റിമീറ്റർ ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ ട്രയാങ്കിൾസ് ആൻഡ് ദ ഫിഗർ ഷെയ്ഡ് ഇറ്റ് ബ്യൂട്ടിഫുള്ളി. വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇൻ ദ ഫിഗർ എ ട്രയാങ്കിൾ inside a parallelogram, some angles are shown in the figure. Which of the following is measure of an angle? ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാർക്ക് ചെയ്ത് ഏതാണ്? അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എത്രയാണ്? 120 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത റൈറ്റ് മെഷർ ഓഫ് അതർ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. അത് 20 30 ആയിട്ട് ആൻസർ 20 130.
ഓക്കെ, ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്താൽ ഇത് ആൻസർ മാത്രമാണ് പറയുന്നത് 2130. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ഓൾ ആംഗിൾസ് മാർക്ക്ഡ് ഇൻ ദ ഫിഗർ? അത് എത്രയാണ്? 280. നോക്കൂ, 4B. AB and CD are parallel lines. PQ and CE are also parallel lines. എല്ലാം പാരലൽ ലൈൻസ് ആണ്. ABയും അതേപോലെ തന്നെ CDയും PQയും Cയും പാരലൽ ലൈൻസ് ആണ്. മെഷർ 2 ആംഗിൾസ് ഇൻ ദ ഗിവൺ ഫിഗർ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. മെഷർ ഓഫ് ആംഗിൾ 2 ഈസ് 130 ഡിഗ്രി. സ്റ്റേറ്റ്മെൻറ്റ് 2, ആംഗിൾ 1 ആൻഡ് ആംഗിൾ 2 ഹാവ് ദ സെയിം മെഷേഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദ അബോവ് സ്റ്റേറ്റ്മെൻറ്റ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് 1 is correct, statement 2 is incorrect. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ആംഗിൾ 3? ആംഗിൾ 3ൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഓക്കെ, 50 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾ 1 and 2? 1 and 2ൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? സം 180 ഡിഗ്രിയാണ്. ലീനിയർ 180 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ 4? ആംഗിൾ 4ൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ? 50 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ. ഓക്കെ, റെക്റ്റാങ്കിൾ ഹാസ് ഡിവൈഡഡ് ഇൻ ടു 8 ഈക്വൽ പാർട്സ്. റൈറ്റ് ദ ഫ്രാക്ഷൻ ഓഫ് അൺഷെയ്ഡഡ് പാർട്ട് ഓഫ് ദ റെക്റ്റാങ്കിൾ. അൺഷെയ്ഡ് ആയിട്ടുള്ള പാർട്ടിൻ്റെ എത്രയാണ്? ഇവിടെ 8 പാർട്സ് ആണുള്ളത്. 1 2 3 4 5 6. അപ്പം അതിൽ ഷെയ്ഡ് ചെയ്യാത്ത 2ആണ്. അപ്പം 2/8 അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ 1/4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ റെക്റ്റാങ്കിൾ ആൻഡ് ഷെയ്ഡ് ഓഫ് 1/2 ഓഫ് ഇറ്റ്സ് 1/4. അപ്പോൾ 1/2 ഇൻറ്റു 1/4 ദാറ്റ് ഈസ് 1/8. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, അതിനെ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 3/4 ഓഫ് 2/3? ഏതാ ഇതിൽ ശരി എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ സൈഡ് ഓഫ് 1/2 മീറ്റർ? അപ്പോൾ സ്ക്വയർ ആകുമ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്താൽ മതി. 1/2 ഇൻറ്റു 1/2 ദാറ്റ് ഈസ് 1/4. ഓക്കെ, അടുത്ത, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾസ് ദിസ് 1/2 മീറ്റേഴ്സ് ലെങ്ത് ആൻഡ് 3 1/2 മീറ്റേഴ്സ് വിഡ്ത്ത്? വാട്ട് ഈസ് ദ ഏരിയ ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6 1/2 ഇൻറ്റു 3 1/2 ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ആൻസർ കിട്ടി 22 3/4 22 3/4 ആണ്. ഓപ്ഷൻ സി. ഇനി അടുത്തത് സി, വാട്ട് ഈസ് ദ ഇൻക്രീസ് ഇൻ ദ ഏരിയ ഓഫ് ലെങ്ത് ഓഫ് ദ എബോവ് റെക്റ്റാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1/2 മീറ്റർ റെക്റ്റാങ്കിൾ. അപ്പോൾ ഇഫ് ദ ലെങ്ത് ഓഫ് ദ എബോവ് റെക്റ്റാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1/2 മീറ്റർ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 3/4 ആണ്. ഇനി ഡീൻ്റെ ആൻസർ വരുന്നത് എന്താണ്? മോർ ദൻ 3/5 ആണ്. 3/4 ആണ്. ഇനി 6ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ ശരി നോക്കാം. ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് 2 90 ഡിഗ്രി ആംഗിൾസ്. ട്രയാങ്കിൾ ക്യാൻ ബി, അത് ഒരിക്കലും പറ്റൂല. ട്രയാങ്കിൾ എങ്ങനെ 2 90 വരില്ല. എ ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് ഓൾ 3 ആംഗിൾസ് ലെസ് ദാൻ 90. അത് ശരിയാണ്. റൈറ്റ്, ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് 2 ആംഗിൾസ് ഗ്രേറ്റർ ദാൻ 90. അത് തെറ്റാണ്. എ ട്രയാങ്കിൾ കനോട്ട് ഹാവ് മോർ ദാൻ 1 ആംഗിൾ വിച്ച് ആർ ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ അതിൽ 2ാമത്തതും 4ാമത്തതും ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി. ഇനി അടുത്തത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ്. 6 സെൻറ്റിമീറ്റർ, ആംഗിൾ 50 സെൻറ്റിമീറ്റർ, ആംഗിൾ 60 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം നമ്മൾ 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക, എന്നിട്ട് 50 വെച്ചിട്ട് പ്രൊട്രാക്ടർ അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ 60 വെച്ചിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് കൂട്ടിമുട്ടുന്ന സൈഡ്സ് നമ്മൾ യോജിപ്പിക്കുക. ഓക്കെ.